തലയിലൊക്കെ തേച്ച് പോവാം. ഇത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന ഒരു കണ്ടീഷനിൽ അവിടെ എനർജി ലെവൽസ് ലെറ്റ് ഔട്ട് ചെയ്യുന്നതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ എക്സേർഷൻ അവർക്ക് കൊടുക്കേണ്ടത് നിർബന്ധമാണ്. അതായത് പുറമേ പോയി ഔട്ട്ഡോർ ഗെയിംസ്, ഇപ്പം ക്രിക്കറ്റോ അല്ലെങ്കിൽ സ്വിമ്മിങ്ങോ അല്ലെങ്കിൽ ഫുട്ബോളോ ആ തരത്തിൽ അവർക്ക് എനർജി കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാവുന്ന കാര്യങ്ങൾ അവർക്ക് കൊടുക്കാവുന്നതാണ്. പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഡാൻസ് ഇഷ്ടമാണെങ്കിൽ അതിൽ അവർക്ക് ഒരു എക്സ്പോഷർ കൊടുക്കാവുന്നതാണ്. അത് തന്നെയല്ല, ചില കുട്ടികൾക്ക് സ്കൂളിൽ ഇപ്പോൾ ഇപ്പോൾ ഒരു 20 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റ് തന്നെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ കാണും. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെയും ഇടയ്ക്കൊരു ബ്രേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് സ്റ്റെപ്സ് കയറി ഇറങ്ങി ഒരു 2-3 പ്രാവശ്യം കയറി ഇറങ്ങി കഴിയുമ്പോൾ അവർക്ക് ആ ഒരു കുറച്ച് നേരം കൂടെ അധികമായിട്ട് അവർക്ക് ക്ലാസ്സിലിരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ തരത്തിലൊക്കെയും ചില ഇൻ്റർവെൻഷൻസ്, ചില പൊടിക്കൈകൾ അധ്യാപകരും അതുപോലെ തന്നെ മാതാപിതാക്കളും ചേർന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ പിരിപിരിപ്പ് ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാവുന്നതാണ്. പല കാരണങ്ങൾ കൊണ്ട് ADHD വരാം. പ്രധാനമായിട്ടും തലച്ചോറിൻ്റെ ഘടനയ്ക്കും പ്രവർത്തനത്തിനും എന്തെങ്കിലും ഉള്ള ഒരു വ്യതിയാനം വരുമ്പോൾ ഇതിങ്ങനെ ഉണ്ടാകാവുന്നതാണ്. ഒരു കുട്ടി അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ ആ അമ്മയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുവുമായിട്ട് ഒരു എക്സ്പോഷർ ഉണ്ടെങ്കിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ADHD വരാനുള്ള സാധ്യതയുണ്ട്. ജനിക്കുന്ന സമയത്തോ അല്ലെ അതിന് ശേഷമോ തലച്ചോറിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്ഷതം ഏൽക്കുകയാണെന്നുണ്ടെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുതന്നെയല്ല, വളർന്നു വരുന്ന സാഹചര്യത്തിലും നല്ലൊരു പങ്കുണ്ട്. ആ കുട്ടിക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു സാഹചര്യം ലഭിച്ചില്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും വീട്ടിൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളോ വഴക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുകയോ മാതാപിതാക്കൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗുരുതര മനോരോഗ പ്രശ്നങ്ങൾ ഉള്ളവരോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വളർന്നു വരുന്ന കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും ഈ തരത്തിലുള്ള ഒരു പ്രശ്നം കൂടുതൽ വേഴ്സൺ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ജനിതകമായിട്ടുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ. അത് ജനിതകമായിട്ട് നമ്മുടെ ഒരു 3-4 തലമുറ മുൻപോട്ട് വരെ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ജീനാണ് ഇൻഹെറിറ്റ് ചെയ്ത് വന്നിട്ടുള്ളതെങ്കിൽ ADHD വരാനുള്ള സാധ്യതയും. നമ്മുടെ കുട്ടി ഇത്തരം പെരുമാറ്റ പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവനെ തല്ലിയിട്ടോ വഴക്ക് പറഞ്ഞിട്ടോ കഠിന ശിക്ഷാമുറകൾ കൊടുത്തിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. കാരണം അവൻ്റെ തലച്ചോറ് അങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സ്നേഹമായിട്ടും കരുണാപൂർവവും എമ്പത്തിയോടെയും ആ കുട്ടിയോട് പെരുമാറുകയാണ് അനിവാര്യം എന്ന് കരുതി ലിമിറ്റ് സെറ്റിംഗ് ഒന്നുമില്ലാതെ എന്തും ഏതും ചോദിക്കുന്ന സമയത്ത് തന്നെ എടുത്തു കൊടുക്കുക, ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ നടത്തി കൊടുക്കുക എന്നതല്ല അതിൻ്റെ അർത്ഥം. ഈ വരുന്ന സെപ്റ്റംബർ 26-ന് മനോരമ മാക്സിൽ സർക്കിട്ട് എന്ന സിനിമ സ്ട്രീം ചെയ്യുന്നുണ്ട്. ഈ സിനിമയിൽ ADHD എന്ന് പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് കൂടുതലും കാണിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും കാണുകയാണെന്നുണ്ടെങ്കിൽ പല മാതാപിതാക്കൾക്കും ഞങ്ങളുടെ കുട്ടി ഇതുപോലെ തന്നെയാണല്ലോ എന്നുള്ളൊരു സമാനത ഫീൽ ചെയ്യാനുള്ളൊരു സാധ്യത ഏറെയാണ്. അതുകൊണ്ട് ഇത് കണ്ടിട്ട് ഒരു അവയർനെസ് നമുക്ക് ലഭിക്കുന്നതും അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരത്തിലുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റിന് പോകാനായിട്ട് മടി കാണിക്കരുത്. എത്രയും പെട്ടെന്ന് അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറം ഒരു പന്ഥാവിലേക്ക് വഴി നടത്താനായിട്ട് സാധ്യമാകുന്നതുമാണ്.